ഷൈനായിട്ടുള്ള സൗഹൃദം എപ്പോഴാണ് തുടങ്ങുന്നത്? ഷൈനായിട്ടുള്ള സൗഹൃദം ഒരു 2014-15 ആ ഒരു സമയത്താണ്. അതായത് കമൽ സാറിൻ്റെ ഒരു അസിസ്റ്റന്റ്, പഴയ അസിസ്റ്റന്റ് ഉണ്ടായിരുന്നു, ശ്രീജിത്ത് എന്ന് പറഞ്ഞു. പുള്ളിക്കാരനാണ് എനിക്ക് ഷൈനെ പരിചയപ്പെടുത്തുന്നത് ആ സമയത്ത്. കമൽ സാറിന്റെ അസിസ്റ്റന്റ് ആണ്. അപ്പൊ ഞാൻ ആ സമയത്ത് സാറിന്റെ അസിസ്റ്റന്റ് ആയിട്ടില്ല. ഷൈനെ പരിചയപ്പെട്ട ശേഷമാണ് ഞാൻ ആമി മുതലാണോ? അപ്പൊ ആമി മുതലാണ് ഞാൻ സാറിന്റെ അസിസ്റ്റന്റ് ആയിട്ട് വരുന്നത്. അപ്പൊ അന്ന് മുതലുള്ള ഒരു സൗഹൃദം ഉണ്ട്. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് വിവേകാനന്ദനിൽ വർക്ക് ചെയ്ത് സാറിന്റെ പടത്തിൽ തന്നെ ഞങ്ങൾക്ക് വർക്ക് ചെയ്യാനൊരു ചാൻസ് കിട്ടി. ഒരു ഗാങ്സ്റ്റർ ഡ്രാമയുടെ ഒരു ബാക്ക് ഡ്രോപ്പിൽ ഒരു മ്യൂസിക്കൽ ആൽബം. അതെ അതെ, അതായിരുന്നു ആദ്യം തൊട്ടേ മനസ്സിലുണ്ട്. അതെ, ഞാൻ നോർമലി നമ്മളിവിടെ ഇറങ്ങുന്ന മ്യൂസിക് വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ പ്രേമം, അതല്ലെങ്കിൽ അങ്ങനത്തെ പരിപാടികളാണ് കൂടുതലും. അപ്പൊ അതുകൊണ്ട് തന്നെ ഡിഫറെന്റ് ആയിട്ട് എന്തെങ്കിലും ഒരു കണ്ടന്റ് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഒരു ഗാങ്സ്റ്റർ പരിപാടി. എനിക്ക് സത്യത്തിൽ ഇങ്ങനെ ഒരു പടം ഷൈനെ വെച്ച് ഒരു പടമായിട്ട് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അതിപ്പോ നമ്മളെ കൊണ്ട് പെട്ടെന്ന് സാധിക്കാത്തതുകൊണ്ട് നമ്മള് അതൊരു ആൽബമായിട്ട് ഒരു മ്യൂസിക് വീഡിയോ ആയിട്ട് ചെയ്തു. പിന്നീട് എപ്പോഴെങ്കിലും ഇതുപോലത്തെ ഒരു കഥ സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതൊരു കച്ചവടം കൂടി ഉണ്ട്. മലയാളം മ്യൂസിക്കിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ മലയാളി കേൾക്കുന്ന മ്യൂസിക്കിനെ സംബന്ധിച്ചിടത്തോളം വലിയ എക്സ്പ്ലോറേഷൻസ് നടക്കുന്നുണ്ട് ഇൻഡിപെൻഡന്റ് മ്യൂസിക് സൈഡിൽ. കുറവാണ് മലയാള സംഗീതം എന്ന് പറഞ്ഞാൽ സിനിമ സംഗീതമാണ് കൂടുതൽ. അല്ല, പക്ഷെ ഞാൻ പറയുന്നത് അപ്പുറത്ത് ഈ ഇൻഡിപെൻഡന്റ് മ്യൂസിഷ്യൻസ് ആയിട്ടുള്ള റാപ്പേഴ്സ് പൊതുവെ ബാക്കിയുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് കുറവാണെന്ന് പറയാം. ഇന്ത്യയിൽ തന്നെ പഞ്ചാബിലാണ് കൂടുതൽ. പുറമേ ഉള്ള വേൾഡില് സിനിമാ ഗാനങ്ങൾ ഇല്ലല്ലോ, ഇല്ല, മ്യൂസിക് വീഡിയോസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മലയാളത്തില് സംഗീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ സംഗീതമാണ് കൂടുതലും. ഈ ഇൻഡിപെൻഡന്റ് മ്യൂസിഷ്യൻസ് ഉണ്ടല്ലോ, ഇപ്പം ഇംബീച്ച് ഉണ്ട്, നമുക്ക് ബേബി ജീൻ, ഇവരുടെയൊക്കെ വർക്ക്സ് ശ്രദ്ധിക്കാറുണ്ടോ, കേൾക്കാറുണ്ടോ? ഞാൻ ബാസിയുടെ മുതലാണ് ഞാൻ ബാസി റാപ്പ് എന്നൊക്കെ പറഞ്ഞ ആദ്യം നമ്മുടെ ഇത് സിനിമയിലത്തെ മ്യൂസിക് ഒന്നല്ലടാ മ്യൂസിക് എന്ന് പറയുമ്പോൾ സമയത്ത് ഞാൻ പറയും ഇവൻ എന്താ പറയണ, സിനിമയിൽ വന്നിട്ട് സിനിമയിലത്തെ മ്യൂസിക് ഒന്നല്ലടാ. പിന്നെ നമ്മൾ കേൾക്കാറുണ്ടായിരുന്ന ലിറിക്സ് ഇല്ലാത്ത പാട്ടുകളാണല്ലോ, മനസ്സിലായില്ലേ? ഏതാണ് ട്രാൻസ്, അതാണ് നമ്മൾ പിന്നെ ഒരുമിച്ചിരുന്ന് എൻജോയ് ചെയ്ത്. അപ്പൊ ഞാൻ ആദ്യം ഈ ട്രാൻസ് കേൾക്കാൻ തുടങ്ങുന്ന സമയത്ത് എനിക്ക് പറയും ഇത് ഈ ട്രാക്ക് കേട്ട് നോക്കാൻ പോകും. ഞാൻ ട്രാക്ക് കേട്ട് തുടങ്ങിയിട്ട് കുറച്ചു നേരം കേട്ടിട്ടുണ്ട്, ഇതിലൂടെ ലിറിക്സ് അല്ല ലിറിക്സ് ഒന്നും ഇല്ല. അപ്പൊ പറയും എടാ ലിറിക്സ് ഇല്ലാത്തത് എന്തുകൊണ്ട് കുറെ നേരം അതിൽ ഈ അരി അടിക്കണ പോലെ കേൾക്കാൻ തുടങ്ങിയിട്ട് തുടക്കത്തിലുണ്ടോ. അതിന്റെ ഇടയിൽ ഇടയ്ക്ക് ഫാദർ മാതർ പറഞ്ഞിട്ട് ചില വാക്കുകൾ മാത്രം, ഇതെന്താണ് ഇത്രേ ഉള്ളൂ ലിറിക്സ്, ഇതൊന്നും പറ്റില്ല, എനിക്ക് ലിറിക്സ് ഉള്ള പാട്ട് വേണം. എടാ ലിറിക്സ് ഉള്ള പാട്ട് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ കോൾഡ് പ്ലേനെ പറ്റി കേട്ടിട്ടുണ്ട്? കോൾഡ് പ്ലേയാ, ഫോർ പ്ലേനെ പറ്റി കേട്ടിട്ടുണ്ടെന്നല്ല, അത് കോൾഡ് പ്ലേനെ പറ്റി കേട്ടിട്ടില്ല. എന്നാ മദർ ജെയിനെ കുറിച്ച് അറിയോ? മദർ ജെയിനാ ഷുഗർ കെയിൻ എന്താണ് ഷുഗർ കെയിൻ എന്നല്ലാതെ നമ്മൾ മദർ ജെയിൻ കേട്ടിട്ടില്ല. എന്നാ പിങ്ക് ഫ്ലോയിഡിനെ പറ്റി കേട്ടിട്ടുണ്ടോ? പിങ്ക് ഫ്ലോയിഡിനെ പറ്റി കേട്ടിട്ടില്ല. എടാ പിങ്ക് ഫ്ലോയിഡ് ആണ് ഈ ഇതിന്റെയൊക്കെ തലതൊട്ടപ്പൻ എന്ന് പറയും. വി ഡോണ്ട് നീഡ് എഡ്യൂക്കേഷൻ കേട്ടിട്ടുണ്ടോ? അല്ല ചാക്കുമാഷിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ചാക്കുമാഷിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ചാക്കുമാഷ് ഉണ്ടായി വന്നിട്ടുള്ളത് വി ഡോണ്ട് നീഡ് നോ എഡ്യൂക്കേഷൻ എന്നാണ്. ആലോചിച്ചിട്ടുണ്ടോ? അതിന്റെ മ്യൂസിക് വീഡിയോ ഉണ്ട്, വി ഡോണ്ട് നീഡ് എഡ്യൂക്കേഷൻ. ഒരു ക്ലാസ് റൂമിൽ ഒരു പയ്യൻ ചിത്രം വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മാഷ് കയറി വരും. വാട്ട് ആർ യു ഡൂയിങ്? അപ്പൊ പറയും പോയം. ഓ യു റൈറ്റ് പോയംസ് എവരിബഡി എന്തെന്നിട്ട് അങ്ങനെ പോയം വായിക്കണുണ്ട്. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, ഓ നീ എന്താ കണക്ക് പറഞ്ഞിട്ട് ശകാരിക്കുന്ന ഒരു സീനുണ്ടല്ലോ. ഓ അവൻ വലിയ മറ്റേ ശാസ്ത്രജ്ഞനാവാൻ നടക്കുന്നു. ആദ്യം കണ്ടുപിടുത്തം എന്ന് പറയുന്ന ആ സീനിനോട് കണക്ട്, എന്നിട്ടാണ് ആ സോങ്ങിലേക്ക് പോണത്. വി ഡോണ്ട് നീഡ് നോ എഡ്യൂക്കേഷൻ. അത് എഡ്യൂക്കേഷനെതിരെയാണ്. ഇതില് നമ്മുടെ അടുത്തോമ അപ്പനെതിരെയാണ് വരുന്നത്. അപ്പൊ എനിക്ക് തോന്നി ഇതൊന്നാണല്ലോ പല സംഭവങ്ങളും ഉണ്ടാവുന്നത്. അങ്ങനെ ഞാൻ പിങ്ക് ഫ്ലോയിഡിനെ കുറച്ച് ഫോളോ ചെയ്താൻ തുടങ്ങി. പിന്നെ കോൾഡ് പ്ലേ കേൾക്കാൻ തുടങ്ങി. അങ്ങനെ മെല്ലെ ട്രാൻസിലേക്ക് കടന്നു. പിന്നെയാണ് അപ്പൊ ബാസിയൊക്കെ ഈ റാപ്പൊക്കെ ഉണ്ടാക്കുന്നത്. ആദ്യം എനിക്കതൊരു ആക്ഷൻ പോലെ തോന്നി, ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ പറയണ. പിന്നെയാണ് ഇവര് പറയുന്ന വാക്കുകളിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങി. പിന്നെ ഡെപ്സിയുടെ സോങ്സ് കേൾക്കാൻ തുടങ്ങി. പെട്ടെന്ന് ഡെപ്സി വന്നു, ബേബി ജാൻ വന്നു, പിന്നെ വേടൻ വന്നു. പെട്ടെന്ന് ഒരു ദിവസം വേടൻ വന്നു. വേടൻ ശ്രദ്ധിക്കാൻ കൂടുതൽ തുടങ്ങിയെന്ന് പറഞ്ഞാൽ നമ്മുടെ കേസിന്റെ ഒപ്പം തന്നെ അത്രയും നിലവാരമുള്ള കേസാണ്, അത്രയും ഹൈപ്പുള്ള വേറെ കേസ് കൊള്ളാലോ. അപ്പോഴാണ് ഞാൻ ആദ്യം വിചാരിച്ചത് ഡെപ്സി പാടിയ പാട്ടാണ് കടലിന്റെ പറ്റതാണ്. അപ്പൊ ഒരു ഇന്റർവ്യൂല്
ബാസി പറഞ്ഞു കേട്ടു വേടന്റെ വരികളൊക്കെ കിടിലാണ്, സൂപ്പറാണെന്ന്. അങ്ങനെയാണ് വേടന്റെ സോങ്സ് കേൾക്കാൻ തുടങ്ങിയതും കടലിന്റെ മക്കള, കടലിന്റെ എന്നുള്ള വാക്കുകൾ. അപ്പൊ അതിലൊക്കെ നല്ല വിപ്ലവം ഉണ്ട്. കടലമ്മ കരഞ്ഞല്ലേ വിട്ടത്, കരയല്ലേ കണ്ടത് എന്നൊക്കെ പറയുമ്പോ ആലോചിച്ച് നോക്കുമ്പോ ഇതൊക്കെ സംഭവം കറക്റ്റാണ്. അപ്പൊ ഞാൻ കൂടുതൽ ഇവരുടെ സോങ്സ് കേൾക്കാൻ തുടങ്ങി. അപ്പൊ നമുക്ക് അതിനു മുന്നേ നമുക്ക് റോക്ക് സ്റ്റാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഫർഹാൻ അക്തറിന്റെ ഒരു സംഭവം ഇന്ത്യയില് ഉണ്ടായിരുന്നു ഒരിടയ്ക്ക്. അങ്ങനെയൊക്കെ കുറച്ച് ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു. റോക്ക് ഓൺ അത് ഭയങ്കര ഹിറ്റ് ആയിരുന്നു ആ സമയത്ത്. ഫർഹാൻ നന്നായി പാട്ട് പാടും. അപ്പൊ പുറമെ റോക്ക് സ്റ്റാർസ് ആണല്ലോ വലുത്. അവരുടെ കൺസേർട്ടിനൊക്കെ കാണാൻ എത്ര ലക്ഷക്കണക്കിന് ആൾക്കാരെ മുന്നിലാണ് അവർ പെർഫോം ചെയ്യണം. അപ്പൊ അതിന്ന് കിട്ടുന്ന ഒരു എനർജി ഒരു വേറെ ഒരു സംഭവം തന്നെയല്ലേ. അപ്പൊ അപ്പോഴാണ് ബാസി പറഞ്ഞത് ഇതൊന്നല്ലടാ മ്യൂസിക് എന്ന് പറഞ്ഞാൽ സ്റ്റേജിൽ പ്ലേ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു എനർജി ഉണ്ടല്ലോ, അത് തിയേറ്ററിൽ സിനിമ കാണുമ്പോ നമ്മളില്ലല്ലോ അവിടെ സ്ക്രീനില്. പക്ഷെ ഇവര് പെർഫോം ചെയ്യുമ്പോൾ ഇവർക്ക് ആ എനർജി ഇൻവോൾവ്മെന്റ് വരികയാണ്. പക്ഷെ അപ്പൊ ഞാൻ പറയുന്നല്ലോ സിനിമ പാട്ട് തന്നെയാണ്. അപ്പോ ചെറുതായിട്ട് ഇങ്ങനത്തെ മ്യൂസിക് വീഡിയോസ് ഒക്കെ ചെയ്താൽ കൊള്ളാം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇപ്പൊ ഇവൻ വന്ന് പറഞ്ഞപ്പോഴും ഓക്കെ, അല്ലെങ്കിൽ ജോഗുണ്ടം വന്ന് പറയുമ്പോഴും ആ ഒരു മ്യൂസിക് വീഡിയോ ചെയ്തേക്കാം. കാരണം പാട്ട് കൂടുതൽ സഞ്ചരിക്കും. ഇപ്പൊ ഒരു സിനിമ കാണാൻ 2 മണിക്കൂർ സമയം വേണമെങ്കിൽ ഒരു പാട്ടിന് ഒരു 5 മിനിറ്റ് മതിയില്ലേ. അപ്പൊ അതുകൊണ്ട് മ്യൂസിക് വീഡിയോസ് കൂടുതൽ ആളുകളിലേക്ക് എത്താനും പിന്നെ മ്യൂസിക്കിന് വേറൊരു പ്രത്യേക ഒരു കഴിവുണ്ട്, പെട്ടെന്ന് ആളുകളുടെ മൂഡ് ചേഞ്ച് ചെയ്യാനൊക്കെ. ഈ ഷൈന് നാച്ചുറലി ഒരു താളബോധം ഉള്ളതായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ ഒരേ ആള് തന്നെയാണ് ഇഷ്കിലെ വേഷവും തല്ലുമാലയിലെ പോലീസ് ഓഫീസറിനെ അവതരിപ്പിക്കുക എന്ന് പറയുമ്പോൾ രണ്ടിലും ഈ പറഞ്ഞ പോലെ ഒരു ഇളകിയാടനുണ്ടല്ലോ. ഒരിക്കലും ഒരു പോലീസ് ഓഫീസർ ഒരു അടി കഴിഞ്ഞ് ഇങ്ങനെ 360 കറങ്ങുന്നത് നമ്മൾ ചിന്തിക്കില്ല. പക്ഷെ അത് ഒരുപക്ഷെ ഷൈൻ കൊണ്ടുവന്ന ഇംപ്രൈസേഷൻ ആയിരിക്കണം, എനിക്ക് തോന്നുന്നു അങ്ങനെ ആയിരിക്കും. അപ്പം അതിൽ അത് എല്ലാ കാര്യങ്ങളിലും ഷൈൻ ചെയ്യുമ്പോൾ അതിനൊരു താളം. അവര് പറഞ്ഞത് ആ അടിക്ക് ശേഷം പിന്നെ സസ്പെൻഷനാണ്. അപ്പൊ ഒരു സ്റ്റൈല് വേണമല്ലോ അതിന്. അതിനു വേണ്ടിട്ടാണ് അടിച്ച് കറങ്ങി വന്ന് നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അപ്പോഴാണല്ലോ അതിന് കുറച്ചും കൂടി ഇമ്പാക്ട് ഉണ്ടാവുക. വെറുതെ ഒരു അടി അടിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഈ പറയുന്ന ഈ താളബോധം എത്രത്തോളം ഹെൽപ്ഫുൾ ആണ് ഒരു മ്യൂസിക് വീഡിയോയിലൊക്കെ ഇദ്ദേഹത്തെ കൊണ്ട് ഫീച്ചർ ചെയ്ത് ഷൂട്ട് ചെയ്യാൻ വരുമ്പോൾ? ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി താളബോധം പുള്ളിക്ക് ഏത് ക്യാരക്ടർ കൊടുത്തു കഴിഞ്ഞാലും പുള്ളി അതിന്റെ ഒരു ഏറ്റവും നമ്മൾ പറയുന്നതിന്റെ ഏറ്റവും എക്സ്ട്രീമായിട്ട് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പൊ ഞാൻ ഇതിനു മുമ്പ് പുള്ളിനെ വെച്ചിട്ട് ഒരു ഷോർട്ട് ഫിലിം ഡയറക്ട് ചെയ്തിട്ടുണ്ട്. ആ സമയത്തും നമ്മൾ എഴുതി വെച്ചതിനേക്കാൾ ഒരുപാട് മുകളിലാണ് പുള്ളി എപ്പോഴും നമുക്ക് പെർഫോം ചെയ്ത് തരാറ്. അപ്പൊ അതുകൊണ്ട് ഇത് ചെയ്യുമ്പോഴും നമുക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് കുറച്ചും കൂടി ഇപ്പൊ ആവേശം സിനിമയ്ക്ക് ഇറങ്ങിയ സമയത്ത് കുറെ ആൾക്കാർ പറയാറുണ്ടായിരുന്നു അത് ഷൈനും അതേപോലെ ചെയ്യാൻ പറ്റുന്നു. അപ്പൊ നമുക്ക് അതുപോലത്തെ ഒരു പരിപാടി, അതേ സെയിം അല്ലെങ്കിൽ പോലും അതെ അങ്ങനത്തെ ഒരു പരിപാടി, അതിന്റെ ഒരു മിനിയേച്ചർ രൂപമാണ് ഇത്.